വാട്സപ്പിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വാട്സപ്പ് നമ്മളൊന്ന് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? പ്ലേ സ്റ്റോറിൽ ഒന്ന് പോവുക, ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട് അല്ലേ? വാട്സപ്പിൽ ഞാൻ താഴെ അപ്ഡേറ്റ് കൊടുത്തു. ഇവിടെ ഞാൻ എൻ്റെ ഒരു സ്റ്റാറ്റസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു സ്റ്റാറ്റസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും എന്താ ചെയ്യുന്നത്? നിങ്ങൾ സ്റ്റോറിയാണ് ഇടുന്നത് അല്ലേ? അപ്പം അതിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ പോകേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വാട്സപ്പിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണുന്നില്ലേ? അപ്പോൾ അവിടെ താഴെ വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഫേസ്ബുക്ക് കാണിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം കാണിക്കുന്നുണ്ട്, ത്രെഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം നമ്മുടെ എന്തിലേക്ക് വന്നിട്ടുണ്ട്? വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ? ആ പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഷെയർ അക്രോസ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഈ ഫേസ്ബുക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കാണിക്കും. ദെൻ കണ്ടിന്യൂ കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഇത് എനേബിൾ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ ഫോൺ നമ്പർ കാണിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂ കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ഇനി ഒരു സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ആ വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും അത് സ്റ്റോറി ആയിട്ട് വന്നു നിൽക്കും. വളരെ നല്ല ഓപ്ഷൻ.